ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് അറ്റ് മൈ ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ വിഭവമായ ഉന്നക്കയാണ്. ഇത് നമുക്ക് ഒരു നോമ്പുതുറ വിഭവമായിട്ടുണ്ടാക്കാവുന്നതാണ്. ഞാനാദ്യം പഴം പുഴുങ്ങിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ കശുവണ്ടി, മുന്തിരി ഇവയെല്ലാം വറുത്തെടുത്തിട്ട് ഒരു ഫില്ലിങ് ഉണ്ടാക്കി അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ തുടങ്ങാം. ഉന്നക്കായ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലുള്ള 3 വലിയ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പഴം എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ പഴുത്ത പഴം ഉന്നക്ക ഉണ്ടാക്കാൻ ഉപയോഗിക്കരുത്. കൂടുതൽ പഴുത്ത പഴം കൊണ്ട് ഉന്നക്ക ഉണ്ടാക്കി അത് വറുക്കുമ്പോഴത്തേക്കും കൂടുതൽ എണ്ണ കുടിക്കും. അതുപോലെ തന്നെ പഴുക്കാത്ത പഴം വെച്ചും ഉന്നക്കായ ഉണ്ടാക്കരുത്. പഴുക്കാത്ത പഴം കൊണ്ട് ഉന്നക്കായ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റും ഉണ്ടാവില്ല, നമുക്ക് ഉടച്ചെടുക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ നല്ല പാകത്തിനുള്ള പഴം വെച്ച് വേണം ഉന്നക്കായ ഉണ്ടാക്കാനായിട്ട്. ഇനി പഴം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെക്കാം. ഇനി സ്റ്റീമറിന്റെ പുറത്തേക്ക് അതിന്റെ തട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം പഴം 2 കഷ്ണമായിട്ട് മുറിച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ 2ആയിട്ട് മുറിച്ച് വെക്കുമ്പോഴത്തേക്കും പഴം പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനാണ് ഞാനിങ്ങനെ മുറിച്ചിട്ട് വെക്കുന്നത്. പഴമെല്ലാം വെച്ചതിന് ശേഷം സ്റ്റീമർ മൂടി ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. പഴം വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഉന്നക്കായക്കുള്ള ഫില്ലിങ്ങിലുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണെന്ന് നോക്കാം. 2-3 ഏലക്ക, ഇത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. തേങ്ങാപ്പീര, കശുവണ്ടി ചെറുതായിട്ട് മുറിച്ചത്, കിസ്മിസും ചെറുതായിട്ട് മുറിച്ചത്, പഞ്ചസാര, കോഴിമുട്ട. ഇപ്പം മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മുട്ട ചേർക്കാതെ അതിന് പകരമായിട്ട് കുറച്ച് തേങ്ങാപ്പീര കൂടുതൽ ചേർത്താൽ മതി. ഇപ്പോൾ പഴം പുഴുങ്ങാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം സ്റ്റീമർ ഒന്ന് തുറന്ന് നോക്കാം. പഴം പാകത്തിന് വെന്തോന്ന് അറിയാനായിട്ട് നമുക്കൊരു കത്തി വെച്ചിട്ട് കുത്തി നോക്കാം. പഴമെല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴ കഷ്ണങ്ങളെല്ലാം പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കണം. പഴം ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി വെക്കണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന കശുവണ്ടി കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ട് വറുക്കണം. കശുവണ്ടിയുടെ കളർ ഒന്ന് ചെറുതായി മാറി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിസ്മിസും കൂടെ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. കശുവണ്ടി ഒരു ബ്രൗൺ കളറായി കിസ്മിസ് ഒക്കെ ഒന്ന് വീർത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ പാനിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയും പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. പഞ്ചസാരയൊക്കെ തേങ്ങാപ്പീരയിലൊന്ന് നന്നായിട്ട് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തേങ്ങാപ്പീരയൊക്കെ ഒന്ന് ക്രിസ്പിയായി പഞ്ചസാരയൊക്കെ അതിൽ പിടിച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഏലക്കപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യണം. ഇനി റെഡിയാക്കിയ തേങ്ങാപ്പീര നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കിസ്മിസും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ആ മുട്ട ഒന്ന് നമുക്ക് ചിക്കി വറുത്തെടുക്കണം.
മുട്ട പാകമായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ചിക്കി വറുത്തെടുത്ത ഈ മുട്ടയും കൂടി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കണം. ഇപ്പോൾ പഴം തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിത് തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി പഴത്തിൻ്റെ പുറത്തുള്ള നാരെല്ലാം നമുക്ക് കൈകൊണ്ട് പൊളിച്ചു മാറ്റണം. അതിന് ശേഷം പഴം ഇതുപോലെ മുറിച്ചെടുക്കണം രണ്ടായിട്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ കുരുവും ആ പാടയെല്ലാം നമുക്കിങ്ങനെ ഒരു കത്തിയോ കയ്യോ ഉപയോഗിച്ച് എടുത്ത് കളയണം. എല്ലാ പഴത്തിൻ്റെ ഉള്ളിലും നമ്മൾ ഇതേപോലെ എടുത്ത് കളയണം. ഇപ്പോൾ പഴത്തിൻ്റെ ഉള്ളിലെ കുരു എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പഴം നമുക്ക് കൈ ഉപയോഗിച്ച് ഉടച്ചെടുക്കണം. കട്ടയില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് കറക്കി വേണമെങ്കിൽ എടുത്താൽ മതി. ഞാനിവിടെ പക്ഷെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടകിയതിന് ശേഷം കുടച്ചു വെച്ചിരിക്കുന്ന പഴത്തിൽ നിന്ന് ഒരു ചെറുനാരക വലുപ്പത്തിലെടുത്തിട്ട് കയ്യിൽ നല്ലോണം ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെക്കുമ്പോൾ കൂടുതൽ കുത്തി നിറച്ചൊന്നും വെക്കരുത്, കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം ഇത് മൂടി ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. ഈ ഷേപ്പിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ബാക്കിയുള്ള പഴം കൊണ്ട് നമുക്ക് ഉന്നക്ക ഉണ്ടാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാ ഉന്നക്കയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ അളവിൽ ഉണ്ടാക്കിയാൽ ഒരു 10 ഉന്നക്ക നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഇനി ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായോ എന്ന് അറിയാനായിട്ട് നമുക്ക് ആ പഴത്തിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. ഇനി ചൂടായ എണ്ണയിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉന്നക്കായ ഒരു 3-4 എണ്ണം നമുക്ക് പെറുക്കിയിട്ട് കൊടുക്കാം. ഉന്നക്കായ ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു സൈഡ് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ ഉന്നക്കായ മൂത്ത് എല്ലാ സൈഡും ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കിച്ചൺ ടിഷ്യൂ കിച്ചൺ ടവലോ ഇട്ടൊരു പ്ലേറ്റിലേക്ക് ഉന്നക്കായ കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഉന്നക്കായ റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്കിയുള്ള ഉന്നക്കായും കൂടി വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉന്നക്കായ എല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായ ഉന്നക്കായ റെഡിയായി കഴിഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. റംസാൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.